എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലെ PSC ബുള്ളറ്റിൻ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വിക്ടോറിയ കാജർ തീൽവീഗിന് 2024 വിശ്വസുന്ദരി പട്ടം. 2024 73ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരം ആയിരുന്നു നടന്നിരുന്നത്. നേടിയത് വിക്ടോറിയ കാജർ തീൽവീഗ്. വേദി എവിടെയായിരുന്നു? മെക്സിക്കോ ആയിരുന്നു വേദി. വിക്ടോറിയ കാജർ തീൽവീഗ് ഏത് രാജ്യക്കാരിയാണ്? ഡെൻമാർക്ക് സ്വദേശിയാണ്. ഓക്കെ, 73ാമത്തെ മിസ് യൂണിവേഴ്സ് ആയിരുന്നു നടന്നിരുന്നത്. നേടിയത് ഡെൻമാർക്ക് സ്വദേശി വിക്ടോറിയ കാജർ തീൽവീഗ്. 2023 നടന്നിരുന്നത് 72ാമത്തെ മിസ് യൂണിവേഴ്സ് മത്സരമായിരുന്നു. 2023 നടന്നിരുന്നത് 72ാമത്തെ ആയിരുന്നു. എവിടെയായിരുന്നു നടന്നിരുന്നത്? എൽ സാൽവദോറിൽ വെച്ചിട്ടായിരുന്നു 2023 നടന്നിരുന്നത്. ആരായിരുന്നു കരസ്ഥമാക്കിയത്? ഷെയ്നിസ് പലാഷ്യസ്, നിക്കരാഗോ സ്വദേശി ഷെയ്നിസ് പലാഷ്യസ് ആയിരുന്നു 2023 മിസ് യൂണിവേഴ്സ് മത്സരം കരസ്ഥമാക്കിയത്. 2024 73ാമത്തെ മത്സരമായിരുന്നു. നേടിയത് വിക്ടോറിയ കാജർ തീൽവീഗ്. തിരിഞ്ഞു പോകരുത്. ഓക്കെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത് 2024 അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. 4ാമത് നെഹ്റു സെക്കുലാർ പുരസ്കാരം നേടിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നെഹ്റു സെക്കുലാർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അബ്ദുറഹ്മാൻ പുരസ്കാരം ടി പത്മനാഭൻ, നെഹ്റു സെക്കുലാർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ. IV ദാസ് പുരസ്കാരം പ്രൊഫസർ M ലീലാവതി. IV ദാസ് പുരസ്കാരം പ്രൊഫസർ M ലീലാവതി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം നേടിയത് പൊൻകുന്നം സെയ്ദ്. കുറേ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം മലയാളിയായ പ്രൊഫസർ മഹമ്മൂദ് കുരിയ. അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ടി പത്മനാഭൻ, നെഹ്റു സെക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, IV ദാസ് പുരസ്കാരം M ലീലാവതി. PN പണിക്കർ പുരസ്കാരം ആർക്കായിരുന്നു? PN പണിക്കർ പൊൻകുന്നം സെയ്ദ്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ പുരസ്കാരം മുഹമ്മൂദ് കുരിയ. ഓക്കെ, പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദിതി S നായർ. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിതി S നായർ. ആടുജീവിതത്തിന് ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം. ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാള സിനിമ ആടുജീവിതം. പ്രഥമ V ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മൗസോയ്ക്ക്. ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം നേടിയത് ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മൗസോ. കുറേ പുരസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ പുരസ്കാരം ടി പത്മനാഭൻ. IV ദാസ് പുരസ്കാരം ആർക്കാണ്? M ലീലാവതി. PN പണിക്കർ പൊൻകുന്നം സെയ്ദ്. ഇപ്പോൾ പറഞ്ഞത് ആരാണ്? PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ദാമോദർ മൗസോ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക്. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നേടിയത് ആർക്കാണ്? നിലമ്പൂർ ആയിഷയ്ക്കാണ് ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം നേടിയത്. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ തുടങ്ങി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയാണ് ഗോവയാണ്. നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ പുരസ്കാരം നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബും, പിന്നെ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രസിഡന്റ് ഇർഫാൻ അലിയും, ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡർ ഓഫ് ഓണർ ഡൊമിനിക്കയുടെ പ്രസിഡന്റ് സിൽവേനി ബട്ടണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യയുടെ അടുത്ത CAG ആണ് K സഞ്ജയ് മൂർത്തി. നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജീവ് ഖന്ന, സഞ്ജയ് മൂർത്തി, സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൂർത്തി ആരാണ്?
CAG ആണ്. ഇന്ത്യയുടെ അടുത്ത CAG സഞ്ജയ് മൂർത്തി. സഞ്ജീവ് ഖന്ന 51ാമത്തെ CJ, സുപ്രീം കോടതി CJ. സഞ്ജയ് മൽഹോത്ര 26ാമത്തെ ഗവർണർ. ഇത്തവണത്തെ JCB പുരസ്കാരം കരസ്ഥമാക്കിയത് ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം. ഉപമന്യു ചാറ്റർജിക്ക് JCB പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് FC. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് FC. ഫൈനലിൽ കൊച്ചിയാണ് തോൽപ്പിച്ചത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വേദി എവിടെയായിരുന്നു? ആലപ്പുഴ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ചാമ്പ്യൻ സ്കൂളായി. അപ്പോൾ സ്കൂൾ ശാസ്ത്രമേളയുടെ വിജയി ആരായിരുന്നു? മലപ്പുറമായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ ചാമ്പ്യനായത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു? കായികമേളയുടെ വേദി കൊച്ചി. ജേതാക്കൾ തിരുവനന്തപുരം. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി തിരുവനന്തപുരം, നേടിയത് തൃശ്ശൂർ. 3 പഠിച്ചേക്കണം. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PR ശ്രീജേഷിന്. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PR ശ്രീജേഷിന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗത്തങ്കറും കശ്യപ് ബാക്ലെയും ചേർന്ന് 3ാം വിക്കറ്റിൽ 606 റൺസ് നേടി റെക്കോർഡിട്ടു. ജോഹന്നാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി നടന്ന 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയ 253 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് 2ാം വിക്കറ്റിൽ നേടിയ 219 റൺസ് ലോക റെക്കോർഡുമാണ്. ഒരു കലണ്ടർ വർഷം തന്നെ T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി സഞ്ജു സാംസൺ. ഒരു കലണ്ടർ വർഷം തന്നെ T20യിൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റർ ആരാണ്? സഞ്ജു സാംസൺ. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരം ആരാണ്? ഇന്ത്യയുടെ തിലക് വർമ്മ. T20 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യ താരം ഇന്ത്യയുടെ തിലക് വർമ്മ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്ക്. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 4ാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ എന്നാണ് ആകാശത്ത് കാണാനായത്? നവംബർ 16. ബീവർ മൂൺ പ്രത്യക്ഷപ്പെട്ട ദിവസം നവംബർ 16. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന് പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. റേഷൻ കാർഡുകളിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. എന്താണ്? റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീപ്ലെയിൻ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തെളിമ. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് കൊല്ലത്ത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയ ജില്ലയാണ് കൊല്ലം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച സമുദ്രബന്ധന സംസ്ഥാനം കേരളം, മികച്ച ജില്ല കൊല്ലം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവും UR പ്രദീപും വിജയിച്ചു. ജാർഖണ്ഡിൻ്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് ഹേമന്ത് സോറൻ? 14ാമത്തെ പ്രധാനമന്ത്രിയാണ്. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയത് M. മുകുന്ദന്. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയത് ആരാണ്? M. മുകുന്ദൻ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ തന്നെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. ലോകമത പാർലമെൻറ്റ് നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിൽ എവിടെയാണ് നടന്നത്? വത്തിക്കാനിൽ. സത്യജിത് റോയുടെ പ്രശസ്ത ചലച്ചിത്രം പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു. ഇനി വിയോഗങ്ങളാണ്. മലയാള സിനിമയിൽ വില്ലനും സ്വഭാവ നടനുമായ തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു. സാഹിത്യകാരനായ ഓംചേരി NN പിള്ള, വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ
കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി. വീരകേരളം എഴുതിയതാര്? കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി. പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ P.N. നാരായണ ചാക്യാർ അന്തരിച്ചു. കവിയൂർ P.N. നാരായണ ചാക്യാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. കൂത്താണ്. കവിയൂർ P.N. നാരായണ പണിക്കർ. പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രൈറ്റൻ അന്തരിച്ചു. ബ്രൈറ്റൻ ബാഗ് എവിടുത്തെ സാഹിത്യകാരനാണ്? ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വിയോഗം, കുറേ പുരസ്കാരങ്ങൾ, പിന്നെ 2020 ക്രിക്കറ്റ്, മിസ് യൂണിവേഴ്സ്, ഇത്രയാണ് പ്രധാന. JCB പുരസ്കാരം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.